ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിക്ക് ഇന്ന് കൊച്ചിയിൽ തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പങ്കെടുക്കും. ഇൻവെസ്റ്റ് കേരളയിൽ പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാവരും പരിപാടിയുടെ ഭാഗമാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. മുൻകാലങ്ങളിൽ നിങ്ങൾ ഞങ്ങൾ എന്ന സമീപനമായിരുന്നു. ഇപ്പോൾ നമ്മളാണ് നിക്ഷേപക സംഗമം നടത്തുന്നത്. കേരളത്തിലേക്ക് ലോകം നോക്കുകയാണെന്നും പി രാജീവ് പറഞ്ഞു. ഇപ്പൊ തന്നെ പ്രതിനിധികളെല്ലാവരും എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇന്നലെ തന്നെ കേന്ദ്രമന്ത്രിമാരെത്തി, ഡിപ്ലോമാറ്റ്സ് എത്തിയിട്ടുണ്ട്, സ്പീക്കേഴ്സ് എല്ലാം ഇന്നലെ എത്തിയിരുന്നു. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി അവരുമായിട്ട് രാത്രി കാണുകയുണ്ടായി. അദ്ദേഹം അവരുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ്. നല്ല രീതിയിൽ മുന്നോട്ട് പോകും. കേരളം ലോകത്തിന് മുൻപിൽ വിസിബിൾ ആയിരിക്കുന്നു. നമ്മുടെ പൊട്ടൻഷ്യൽ ലോകം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ തെളിവാണ് 26 രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ വരുമ്പോൾ. ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിക്ക് അല്പസമയത്തിനകം തുടക്കമാകും. ഉദ്ഘാടന ചടങ്ങ് അധികം വൈകാതെ തന്നെ ആരംഭിക്കും. ഇതിലേക്ക് വരാം. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ച LDF. ജനങ്ങൾക്ക് ദോഷമുണ്ടാകാത്ത രീതിയിൽ കിഫ്ബി പദ്ധതികളിൽ നിന്ന് വരുമാനമുണ്ടാക്കണം. പടികൾ വേണം. വരുമാന സ്രോതസ് വൻകിട പദ്ധതികൾ വഴി വരുമാന സ്രോതസ് കണ്ടെത്തണം എന്നാണ് LDF സർക്കാരിലുള്ളത്. വിവരങ്ങളാണ് സെയ്ഫ് സലീം നൽകിയത്. കൊച്ചിയിലേക്ക് പോവുകയാണ്. കൊച്ചിയിൽ ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് അല്പസമയത്തിനുള്ളിൽ തുടക്കമാകും. 26 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് നിക്ഷേപക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുക. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ അടക്കം പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് കൊച്ചിയിൽ തുടക്കമാകുന്നത്. വിവരങ്ങൾ മൂസിനാസ് നൽകും. മൂസിന, അധികം വൈകാതെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുമോ? പ്രധാന വ്യക്തികൾ, പ്രമുഖരെല്ലാം അവിടെ എത്തിക്കഴിഞ്ഞോ? ഞാനിപ്പോഴുള്ളത് ഈ ഉച്ചകോടി നടക്കുന്ന പ്രധാന വേദിയിൽ തന്നെയാണ്. ഇതിന്റെ എല്ലാ ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിലാണ്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വേദിയിലേക്ക് എത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തിന്റെ തന്നെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറും ഇന്നും നാളെയും നടക്കുന്ന ഈ ഉച്ചകോടി എന്ന് തന്നെയാണ് സർക്കാരിന്റെ പ്രതീക്ഷ. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി ഓൺലൈൻ ഈ സമ്മിറ്റിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ പീയൂഷ് ഗോയൽ, വിദേശ പ്രതിനിധികൾ, പ്രമുഖ വ്യവസായികൾ തുടങ്ങിയവർ ഉച്ചകോടിയുടെ ഭാഗമായി ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3000-ഓളം പേർ ആണ് ഈ ഉച്ചകോടിയുടെ ഭാഗമാവുക. പ്രധാനമായും ബിസിനസ് സാധ്യതകൾ, സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ പ്രോത്സാഹനം, ഓട്ടോമോട്ടീവ് ടെക്നോളജി, ഇന്നൊവേഷൻ ഭാവി തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ പങ്കെടുക്കുന്ന ചർച്ചകൾ ഉണ്ടാകും. അതുപോലെ തന്നെ 26 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഈ ഉച്ചകോടിയിൽ നിക്ഷേപക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവിധ ബിസിനസ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട നിക്ഷേപ സംഗതികളുമായി ബന്ധപ്പെട്ട വിപുലമായ ചർച്ചകൾ തന്നെയാണ്. B2B ചർച്ചകൾ ഉൾപ്പെടെ നടക്കുമെന്ന് തന്നെയാണ് മന്ത്രി പി രാജീവ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ സംസ്ഥാനത്തെ മികച്ച ഒരു ബിസിനസ് സാഹചര്യത്തിനുള്ള അന്തരീക്ഷം ഒരുക്കാൻ സാധിക്കും എന്ന ഒരു കാര്യമാണ് പ്രധാനമായും സർക്കാർ ഈ ഒരു ഉച്ചകോടിയോടുകൂടെ ലക്ഷ്യമിടുന്നത്. നേരത്തെ തന്നെ ഒരു രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കം കാലം തന്നെ വലിയ രീതിയിൽ ഉച്ചകോടിക്കുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെ ഒരു മുന്നോടിയായി തന്നെയായിരുന്നു നേരത്തെ നമുക്കറിയാം AI കോൺക്ലേവ്, ജെൻ AI കോൺക്ലേവ് കേരളത്തിൽ വലിയ രീതിയിൽ നടത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എനിക്ക് പിറകിലായി കാണുന്ന നമുക്ക് ആദ്യ മുൻനിരയിൽ തന്നെ നമുക്ക് കാണാം വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രമുഖരുൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ പ്രമുഖരെല്ലാവരും തന്നെയുണ്ട്. വിവിധ ട്രേഡ് യൂണിയൻ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഉച്ചകോടി നടക്കുന്നത്. അതായത് വലിയ രീതിയിലുള്ള വലിയ സംരംഭങ്ങൾ, അതുപോലെ തന്നെ ചെറുകിട സംരംഭങ്ങൾ, ആ കാര്യങ്ങളിലൊക്കെ തന്നെ എത്രമാത്രം നിക്ഷേപ സൗഹൃദമാക്കാൻ സാധിക്കും എന്ന ഒരു വലിയൊരു ചർച്ചകൾ തന്നെയാണ് ഇന്ന് ഉണ്ടാവുക. പിന്നെ പ്രധാനമായും നമുക്ക് ഇത് ശ്രദ്ധേയമായ ഒരു കാര്യം നമുക്കറിയാം, കേരളം ഇത്തരത്തിൽ വ്യവസായ സൗഹൃദമാണോ അല്ലയോ എന്ന കാര്യത്തിൽ പ്രതിപക്ഷവും സംസ്ഥാന സർക്കാരും തമ്മിൽ വലിയ രീതിയിൽ വിവാദങ്ങളൊക്കെ തന്നെ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി പ്രതിപക്ഷ നേതാവ് ഈ സമ്മേളനത്തിന്റെ ഭാഗമാകും എന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹം ഇന്ന് വി.ഡി. സതീശൻ ഇന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഭാഗമായി തന്നെയാണ് പങ്കെടുക്കുക. നാളെ ഈ സമാപന ദിവസം
പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടിയും ഈ ഉച്ചകോടിയുടെ ഭാഗമാകുന്നുണ്ട്. അത്തരത്തിൽ നേരത്തെ മന്ത്രി പി രാജീവിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അതായത് നേരത്തെ പല ഘട്ടങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ഒരു സമീപനം നിങ്ങൾ ഞങ്ങൾ എന്ന രീതിയിലായിരുന്നു. ഇന്നിപ്പോൾ സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ആണ് ഈ ഉച്ചകോടി നടക്കുക എന്ന ആ ഒരു സമീപനത്തിലേക്ക് പ്രതിപക്ഷവും എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടുണ്ട് ഒരു സന്തോഷം കൂടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും കേരളം നമുക്കറിയാം, ഈ കിറ്റെക്സിന്റെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് കേരളം നിക്ഷേപ സൗഹൃദമല്ല എന്നതടക്കമുള്ള വലിയ വിവാദങ്ങളൊക്കെ തന്നെ നിലനിന്നിരുന്നു. അത്തരത്തിൽ ആ കമ്പനികളെ കൂടി ഉൾപ്പെടുത്തി അവർക്ക് പോലും ക്ഷണം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നിക്ഷേപ ഇന്നത്തെ ഒരു സംഗമത്തിൽ അവരെയൊക്കെ തന്നെ ക്ഷണിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ കേരളം വലിയ പ്രതീക്ഷയോടെ കാണുന്ന ഈ ഉച്ചകോടിക്ക് ഔദ്യോഗികമായി തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം 2 ദിവസവും ഈ സമ്മേളനത്തെ ഈ ഉച്ചകോടിയുടെ ഭാഗമാകും. അദ്ദേഹം ഇന്നലെ തന്നെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവും അല്പസമയത്തിനകം തന്നെ ഈ ഉദ്ഘാടന ചടങ്ങിൽ തന്നെ പങ്കെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ധന്യ. 26 രാജ്യങ്ങളിൽ നിന്നുള്ള 3000-ഓളം പ്രതിനിധികളാണ് കൊച്ചിയിൽ നടക്കുന്ന ആഗോള ഇൻവെസ്റ്റ് നിക്ഷേപക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ വേദിയിലേക്ക് എത്തിച്ചേരും. ഉദ്ഘാടന ചടങ്ങ് അധികം വൈകാതെ തന്നെ നടക്കും. വ്യവസായ വളർച്ചയെക്കുറിച്ച്, കേരളത്തിലെ വ്യവസായ രംഗത്തുണ്ടായ വളർച്ചയെക്കുറിച്ച് പ്രതിപക്ഷവും സർക്കാരും തമ്മിൽ ചർച്ചകൾ പോര് തുടരുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് ഒരേ വേദി പങ്കിടുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. കൊച്ചിയിലെ നിക്ഷേപക സംഗമ ഉച്ചകോടിക്ക് വിവരങ്ങളാണ് മോസിനാസ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്, PSCയിലെ ശമ്പള വർധന